അടുത്ത് എല്ലാ സഭകളും തെറ്റായി പഠിപ്പിക്കുന്ന അനേകം വിഷയങ്ങൾ പറഞ്ഞതിൽ അടുത്ത ഒരു വിഷയം കൂടെ നോക്കുകയാണ്. ഇന്നത്തെ സഭകളിൽ മുഴുവൻ തലയിൽ മൂടുപടയിടുകയാണ് സ്ത്രീകൾ. പുരുഷന്മാരും ഒരു തുണി ഒരു കപ്പെങ്കിലും വെച്ചിട്ട് പുരുഷൻ വെക്കാൻ പാടില്ല, സ്ത്രീകൾ ഇടാൻ പാടില്ല എന്ന വചനം നമുക്ക് തരാം. അപ്പോൾ എല്ലാ സഭകളും ജഡീകമായി പഠിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് സത്യമെന്ന് അറിയാനായിട്ട് അത് സകല സത്യത്തിലും വെളിപ്പെടുത്തി കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് ഹൃദയത്തിലില്ല. ഈ മൂടുപടം ഇട്ടിരിക്കുന്ന എല്ലാ സഭകളിലും 99% സഭകളിലും സ്ത്രീകൾ മൂടുപടയിടുകയാണ്. ഇടാൻ പാടില്ല. നോക്കാം. ദൈവസഭയിൽ വേണ്ട, ജഡീക സഭയ്ക്ക് വേണം. ജഡീക സഭയാണ്, ലോകസഭയുണ്ട്. ഇപ്പം ലോത്തും കുടുംബവും സോതോമിൽ ജഡീക സഭയായിരുന്നു. അബ്രഹാം മണവാട്ടി സഭയ്ക്ക് മുൻകുറിയാണ്. ഈ കാലം സോതോമിൻ്റെ നാളുകൾ പോലെ ആകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏകദേശമൊക്കെ അങ്ങനെ തന്നെയായി. നോക്കാം, വചനം നോക്കാം. ശ്രദ്ധിക്കണം. ജഡീക സഭയ്ക്ക് വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്, ആത്മീക സഭയ്ക്ക് വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യം. ജഡീകൻ എപ്പോഴും ജഡീകമായതും പരിശുദ്ധാത്മ ലഭിച്ചവൻ ആത്മീകൻ എപ്പോഴും വിവേചിച്ച് പരിശുദ്ധാത്മാവിനാൽ ദൈവജനത്തിന് വേണ്ടിയിട്ട് ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അവരെടുക്കും. അവരെ പിന്നെ ആർക്കും തർക്കിക്കാനോ തിരിച്ചു കൊണ്ടുപോകാനോ കഴിയുകയുമില്ല. യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എൻ്റെ കയ്യിൽ തന്നവയെ ആർക്കും എൻ്റെ കയ്യിൽ പിടിച്ചു പറിക്കാൻ കഴിയില്ല, പിതാവിൻ്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. ഓക്കെ. 1 കൊരിന്ത്യർ 11:5 മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. അത് തൻ്റെ തല പുരുഷൻ. അപ്പം ഇവിടെ ജഡീക സഭയ്ക്ക് വേണം. സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ. ക്ഷൗരം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. ഇത് ജഡീക സഭയുടെ കാര്യമാണ്. ഇനി ദൈവസഭയുടെ കാര്യം പറയുന്നുണ്ട്. മൂടുപടം വേണം. ആർക്ക്? ജഡീക സഭകൾക്ക് വേണം. ഇനി ആത്മീക സഭകൾക്ക് രണ്ടും പറയണമല്ലോ. പരിശുദ്ധാത്മാവിനെ തിരഞ്ഞെടുക്കും. നിങ്ങൾ തന്നെ വിധിപ്പിന്. സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് യേശുക്രിസ്തു നാമത്തിലാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത്. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനം എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? സ്ത്രീ മുടി നീട്ടി വളർത്തിയാൽ മൂടുപടത്തിന് പകരം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത്, അതുകൊണ്ട് മൂടുപടം വേണ്ട, മുടി നീട്ടി വളർത്തിയിരിക്കുന്നു. ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ ഇങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ ദൈവസഭയാണോ? അല്ല. എങ്ങനെ ദൈവസഭയാവും? പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപമോചന സ്നാനം ഇതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ തന്നെ ചെയ്ത് പരിശുദ്ധാത്മാ ലഭിച്ച് വിശുദ്ധീകരിച്ചാൽ മാത്രമേ വിശുദ്ധനായ യേശുക്രിസ്തുവിനോടും ആ ശരീരം സഭയോടും ചേരാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ജഡീക സഭകൾ ജഡീകമായത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. നോക്കാം, ഇനി ഇത് മാറിപ്പോകുന്ന കാര്യം എന്തുകൊണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. 2 കൊരിന്ത്യർ 3:6 പറയുന്നു, അവൻ നിങ്ങളെ പുതിയ നിയമത്തിൻ്റെ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആക്ഷരികമായ ശുശ്രൂഷ ജഡീക സഭയ്ക്കുള്ളതാണ്. ആത്മീകമായതോ ജീവനെ കൊണ്ടുവരുന്നു. ഇത് പഴയ നിയമത്തിൽ വന്നതാണ്. ഇതിൻ്റെ 3:13 നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെയും ഇരിക്കുന്നു. പഴയ നിയമം എന്ന് വെച്ചാൽ അവിടെ പാപമോചനം ഓരോ വർഷത്തോടെ ചെയ്യണം, ഏറ്റുപറയണം, ഉപേക്ഷിക്കണം, അകൃത്യം ക്ഷമിക്കും, ലംഘനം ക്ഷമിച്ചു. അത് പഴയ നിയമത്തിൽ. ഇവിടെ പാപമോചനത്തിന് യേശുക്രിസ്തു എന്ന നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധീകരണം ഒന്നും അവിടെ വേണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം നീങ്ങാതിരിക്കുന്നു, എന്നാൽ അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ഈ ജനം ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൽ ആകാത്ത സഭകളാണ്, ആയാൽ വേണ്ട. അടുത്തുണ്ട് 3:15 മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കണ്ടോ? കർത്താവിലേക്ക് തിരിഞ്ഞൊന്നും ക്രിസ്തുവിലായി എന്നാണ് ഈ സഭ, ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഇത്രയും കാലങ്ങളിൽ ഹൃദയത്തിൽ ഒരു കുത്തെങ്കിൽ കൊടുക്കില്ലായിരുന്നു, ഒരു ബോധവൽക്കരണം കൊടുക്കില്ലായിരുന്നു. ഇവരുടെ പുരോഹിതന്മാർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബോധം കൊടുക്കില്ലായിരുന്നു. അപ്പോൾ ഇവർ ക്രിസ്തുവിലുമായിട്ടില്ല, ഇവർ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിട്ടുമില്ല. ഇത് ജഡീക സഭയാണ്. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം കർത്താവ് യേശുക്രിസ്തു. ആ സഭയും ആ വിശ്വാസത്തിൽ എപ്പോഴും ചുരുക്കം തന്നെ ആയിരിക്കും. നമുക്ക് എന്തുകൊണ്ടാണ് നീങ്ങേണ്ടത്? 3:18 എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയതും മുഴുവൻ കഴിഞ്ഞുപോയി. ക്രിസ്തുവിൻ്റെ ഈ ഉപദേശവും കൊണ്ടല്ലാതെ ഒരുവൻ വന്നാൽ വീട്ടിൽ കയറ്റരുത്. അവൻ പിതാവും ഇല്ല, പുത്രനും ഇല്ല, പരിശുദ്ധാത്മാവില്ല. ആ സാന്നിധ്യമില്ല. പുത്രൻ എന്ന് വെച്ചാൽ അനുസരണയുടെ ആത്മാവില്ല. പിതാവ് എന്ന് വെച്ചാൽ ആ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്ന ആത്മാവില്ല. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും എഴുന്നേൽക്കുന്ന സ്വഭാവം അവരുടെ ഉള്ളിലില്ല. ആ ആത്മാവിനില്ല. അതുകൊണ്ടാണ് അവർ തെറ്റെ പഠിപ്പിക്കുന്നത്. ശരി, അത് ഗ്രഹിച്ചു കൊള്ളുക. താങ്ക് യു.